ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് വെള്ളൂർക്കാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം വെള്ളൂർക്കാവ് മഹോത്സവം തുടങ്ങിയിട്ടിപ്പം 2-3 ദിവസത്തിന് മേലെയായി. തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പം നമ്മൾ നടന്നു പോകുന്നത് അമ്പലത്തിലോട്ടാണ്. ഞങ്ങളെത്തിയപ്പം സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. നടയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. തിരക്കുകളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പം ഇതാണ് അമ്പലം, നമ്മൾ പ്രധാന അമ്പലം ഇതാണ്. അപ്പം വരുന്നവരെല്ലാവരും ഇത് സന്ദർശിക്കണം. ശ്രീ വെള്ളിയൂരമ്മ ശരണം. അമ്പലനടയിലാണ് നമ്മളിപ്പോൾ കയറി വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സാവധാനം ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. എന്താ പറയുക, ഞങ്ങൾ പതുക്കെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിൽ എന്താ പറയുക, ഈ മലയാള മാസത്തിൻ്റെ തുടക്കത്തിലും വിഷുദിനത്തിലും കല്യാണങ്ങളുണ്ടാവും. അപ്പം ഈ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് കാറ്ററിംഗ് വർക്കിന് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഭക്ഷണം വിളമ്പി മടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടം പച്ചക്കറി ഐറ്റംസ്, 10-20 കൂട്ടം കറികളുണ്ടാവും ഒരു സദ്യയുടെ കൂടെ. അപ്പം അതൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് ഇതിൽ കൂടി നടക്കുമ്പോൾ. നിങ്ങൾക്ക് കാണാം, ജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക. അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ട് നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗണ്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കൊടുത്തത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഭാഗത്ത് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്നു, മറുഭാഗത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് എല്ലാ തരത്തിലുള്ള തൊട്ടിയിലാട്ടം, ആകാശത്തൊട്ടിൽ, മരണക്കിണർ, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് എന്ന് വേണ്ട ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് സംഗതികളുണ്ട്. ഈ പോകുന്ന സെൻട്രൽ കൂടെ റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഈ പരിപാടികളൊക്കെ അരങ്ങേറുന്നത്. ഇപ്പം ഏകദേശം 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികളുടെ എക്സാമും കൂടി തീരും. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ ആയിരിക്കും ജനങ്ങൾ. അത്രമാത്രം ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന വേറൊരു കാര്യമുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉച്ച സമയമാകുമ്പം അന്നദാനം ഉണ്ടാവും. ഞങ്ങൾ കോളേജിൽ നിന്ന് നേരെ ബസ് കയറി വരും. 7 രൂപ ടിക്കറ്റ് ആ സമയത്തുള്ളൂ. ഓടി വന്ന് ബസ്സിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങും. ഇവിടുന്ന് നല്ല ഭക്ഷണവും കഴിച്ച് അതിൻ്റെ കൂടെ പായസം ഉണ്ടാവും. അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുക. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ് വള്ളൂർക്കാവ്. കാവ് തുടങ്ങുന്ന അന്ന് മുതൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഭൂരിഭാഗം ഈ വയനാട്ടിൽ പഠിച്ചു വളർന്ന അല്ലെങ്കിൽ മാനന്തവാടി പ്രദേശത്തുള്ളവർക്കൊക്കെ അവരോട് ചോദിച്ചാലും അനുഭവങ്ങൾ ഇത് തന്നെയായിരിക്കും. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും അനുഭവങ്ങൾ. ഇവിടെ എക്സിബിഷൻ ഹാളുണ്ട്. അപ്പോൾ ഹാളിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവിടെ 20 രൂപ ടിക്കറ്റ്, അതെടുത്ത് ഉള്ളിൽ കൂടി കയറി ഇവിടെ വരുമ്പോൾ നാടൻ പാട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് സുപരിചിതമായ പാട്ടും കാര്യങ്ങളും അതിൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് ഇതിൽ കാണുന്നത്. കണ്ടു കാണാൻ ആൾക്കാർ നിങ്ങൾക്ക് കാണാം. അതിനുള്ളിൽ അത് കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ പാട്ടിൻ്റെ കൂടെ ഏറ്റുപാടി സ്റ്റേജിൽ നിന്നുകൊണ്ട് അവർ ഡാൻസ് ചെയ്യുന്നു. പാടുന്നതിൻ്റെ കൂടെ തന്നെ ഡാൻസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അവിടെ കമ്പിവേലി കിട്ടിയിട്ടുണ്ട്. കമ്പിവേലിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കമ്പിവേലി മറികടന്ന് അതിൻ്റെ ഉള്ളിൽ സ്റ്റേജിൻ്റെ ഉള്ളിലോട്ട് വരുന്നവരാണ് മുമ്പിൽ ഇരുന്ന് തുള്ളുന്നത്. അപ്പോൾ അവർ കുഞ്ഞു കുട്ടികളെയൊക്കെ വിളിച്ച് മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് പ്രോഗ്രാമുകൾ അവരുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യാനൊക്കെ വിളിച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു അനുഭൂതിയാണ്. കാസർഗോഡുകാരാണ് ഇത് ചെയ്യുന്നത്, ഡാൻസ് ഈ നാടൻ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പൊലിമ ഇവിടെ കാണുന്നുണ്ട്. കാരണം അത്രമാത്രം ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. പിന്നെ ഈ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിൽ ഒരുപാട് പലതരത്തിലുള്ള കടകൾ, എന്താ പറയുക, നമുക്ക് ആവശ്യമായ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ടാണ് കടകൾ പ്രവർത്തിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ഇനി ഫില്ലാവാനുണ്ട്, ഒരുപാട് റൂമുകൾ ഫില്ലാവാനുണ്ട്. ഈ 2 ദിവസം കൊണ്ടൊക്കെ കടകളൊക്കെ നിറഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പുറമേയുള്ള സാഹചര്യം അതിലും അടിപൊളിയാണ്. ഒരുപാട് കടകൾ, കണ്ടമാനം കടകൾ. നമ്മൾ ഉത്സവം പറഞ്ഞ് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ഇവിടെ കാണാൻ കഴിയുക. നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ വയനാട്ടുകാർക്ക് ഒരു ഉത്സവം തന്നെയാണ് ഈ മാനന്തവാടിയിലെ വള്ളൂർക്കാവ് ഉത്സവം എന്ന് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ അവസാന സമയങ്ങളിൽ ആൾക്കാരൊക്കെ പായി എടുത്തിട്ടാണ് വരിക. ഇവിടെ തന്നെ കടന്നു പറഞ്ഞ്
രാവിലെ വെളുക്കുമ്പോഴാണ് ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല, ഭയങ്കരമാണ് ഇവിടുത്തെ അവസ്ഥ. സ്റ്റേജിൽ നാടൻ പാട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാർ ശരിക്കും മടുത്ത് കേട്ടോ. കാരണം അവരുടെ പ്രോഗ്രാമിന് സമയം കഴിഞ്ഞു. പ്രോഗ്രാമിന് സമയം കഴിഞ്ഞിട്ട് ജനങ്ങൾ വിടുന്നില്ല. കാരണം പിന്നെയും പാട്ട് വേണമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വരുന്നത് വരെ ഏകദേശം 2 മണി വരെ അവിടെ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെയും ആൾക്കാർ വേറെ പാട്ടുകൾ വേണം, പാടിയ പാട്ടുകൾ തന്നെ പിന്നെയും പാടാൻ പറയുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അവർ പെട്ടു കണ്ടോ. ആൾക്കാരൊന്നും പോകുന്നില്ല. ആൾക്കാരോടൊക്കെ പിരിഞ്ഞു പോയിക്കണം പറയുന്നില്ല, പക്ഷെ ആൾക്കാർ പോകുന്നില്ല. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നൊരു വേറൊരു കാഴ്ച. ഒരു വശത്ത് ഇവിടെ നാടൻ പാട്ട് നടത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിൽ പുറമേയുള്ള സ്റ്റേജിൽ ഗാനമേള നടക്കുന്നുണ്ട്. പക്ഷേ ഗാനമേളയൊക്കെ കൂടുതൽ ഇവിടെയാണ് ആൾക്കാരെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ എന്താ പറയുക, അവരുടെ സംസാരം നമുക്ക് നേരിട്ട് കേൾക്കാം. ഇത് കഴിഞ്ഞ പാടെ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരുപാട് ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ കാഴ്ചകളും കൂടി നമുക്ക് കാണാം.